ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സമയത്ത് 2020 ഒരു സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, വീടിൻ്റെ കടങ്ങളായി. അപ്പോഴത്തേക്ക് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടാണ്. ഞങ്ങളൊരു 5 പേര് നല്ല കൂട്ടുകാരായിരുന്നു. അപ്പം ആദ്യം വന്ന അശ്വിൻ എന്ന് പറയുന്ന ആളായിരുന്നു. അശ്വിൻ്റെ കൂടെ ഞാനും വരുമായിരുന്നു. അവൻ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അവൻ്റെ കൂടെ വരുമായിരുന്നു. രണ്ടാമത് വന്നത് അബീത്ത് എന്ന് പറയുന്ന ചേട്ടനായിരുന്നു. പുള്ളിയുടെ കൂടെ ഞാൻ വരുമായിരുന്നു. വരുന്നെല്ലാം ഞാൻ വന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, അവർ വന്ന് ഉടമ്പടി എല്ലാം എടുത്ത് പോകുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹിന്ദുവാണ്. അപ്പം അവർ രണ്ടും വന്ന് ഉടമ്പടി എല്ലാം എടുത്ത് പ്രാർത്ഥിച്ച് പോകും. അപ്പോൾ അവർക്ക് അതിൻ്റേതായ അനുഗ്രഹങ്ങൾ മാതാവ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരും ഹിന്ദുക്കളായിരുന്നു. മൂന്നാമത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരാൾ വന്നു. അവനും വന്ന് പ്രാർത്ഥിച്ച് അവന് മാതാവ് അനുഗ്രഹം കൊടുത്തു. അവന് മാൽദീവ്സ് ജോലിയായി. അപ്പം ഞാൻ അവസാനത്തെ കണ്ണിയായിരുന്നു, 5ാമത്തെ. അപ്പോഴത്തേക്ക് കടങ്ങളും കൊണ്ടങ്ങ് ഇതായി. വീട് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കടം വന്നു. അപ്പോഴത്തേക്ക് ഒരു ഏജൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഗൾഫിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. രൂപ മൊത്തത്തിൽ 85,000 രൂപ കൊടുത്താൽ മതി, നിനക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം തിരിച്ചും മറിച്ചും 85,000 രൂപ ഏജൻറ്റിന് പൈസ കൊടുത്തു. അപ്പം അതൊരു തട്ടിപ്പായിരുന്നു. ആദ്യമൊക്കെ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പം പറഞ്ഞു, നിന്നെ പാസ്പോർട്ടെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് വിസ അടിക്കാൻ വേണ്ടി എല്ലാം ഇതാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഇതുവരെ ആയിട്ടും അതിൻ്റെ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് അവരെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പം ഒരു തവണ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയും നിൻ്റെ പേര് കള്ളക്കേസാക്കാൻ പോവുക, നിനക്ക് പിന്നെ വേറൊരു രാജ്യത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലാക്കുമെന്ന് പറഞ്ഞു. അതോടെ പിന്നെ അതങ്ങ് നിന്നു. അപ്പോഴത്തേക്ക് മൊത്തത്തിൽ കടവായി. അപ്പം ഞാൻ ഒരു ഡിഗ്രി പഠിച്ചതാണ്. എന്നിട്ട് മണിയിലെ ഒരു പച്ചക്കറി കട ജോലിക്കായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ള ഇതായി. ഞാൻ ആരോടും പറയാതെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ആദ്യം എനിക്ക് മെഴുകുതിരിയായിരുന്നു കിട്ടിയത് ഇതിന്. എന്നിട്ട് ഉടമ്പടി എടുത്തു പോയി. അപ്പോഴത്തേക്ക് ഇതിനു മുമ്പ് നാട്ടിൽ എൻ്റെ ഒരു ഗൾഫിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ സീനിയറായിട്ട് പഠിച്ചത്. അവൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവനോട് ഈ കഥകളെല്ലാം പറഞ്ഞായിരുന്നു. എന്നെ ഇതുപോലെ ഒരാൾ ചതിച്ചു, ഗൾഫിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചതിച്ചു. അപ്പോൾ അവൻ ഗൾഫിൽ ജോലിക്ക് ലീവിന് വന്നു. അവനോട് ഞാൻ പറഞ്ഞായിരുന്നു. അവനപ്പം പറഞ്ഞ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ലീവ് കഴിഞ്ഞ് അവൻ നേരെ ഗൾഫിൽ കയറിപ്പോയി. എന്നിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, എടാ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സാറിന് നമ്പർ തന്നായിരുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നൊരു ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. അപ്പം മാർച്ച് ഏപ്രിൽ മെയ് ജൂണൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ വരുന്നത്, ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഇതിപ്പോൾ 2ാമത്തെ ഉടമ്പടി എടുക്കുന്നതാണ്. ജൂൺ മാസം 26-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ജൂൺ 27 ആയപ്പോഴത്തേക്ക് അന്ന് ആ സാറിനോട് പറഞ്ഞ സാറ് എന്നെ കോൺടാക്റ്റ് ചെയ്തു, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ 5-6 ദിവസം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് പെട്ടെന്ന് തന്നെ സഫലമാക്കി തന്നു. വിസിറ്റിംഗ് എടുക്കാൻ എനിക്ക് 10,000 രൂപയുള്ളൂ. ഞാൻ കറക്റ്റ് ചൂട് സമയത്ത് പോയിക്കൊണ്ട് 7,500 രൂപയുള്ളായിരുന്നു എനിക്ക് ടിക്കറ്റ്. മൊത്തത്തിൽ 17,500-ന് ഞാൻ ഗൾഫിൽ പോയി. എനിക്ക് അവിടെ ജോലിയായി. ഇപ്പോൾ 6 മാസമായി.